നമസ്കാരം. ഒരു വശത്ത് ബോബി ചെമ്മണ്ണൂറും മറുവശത്ത് ഗോപൻ സ്വാമിയും വാസ്തവത്തിൽ മലയാളികളുടെ ദീർഘകാലമായി അവകാശപ്പെടുന്ന സാംസ്കാരിക ഔന്നത്യത്തെ അപമാനിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾ സെലിബ്രിറ്റി ആവുന്നു. സ്ത്രീകളെ അധിക്ഷേപിച്ചാലും സ്ത്രീകൾ ആവേശത്തോടുകൂടി ബോച്ചെ ബോച്ചെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു വശത്തുണ്ടാകുമ്പോൾ, കോടതി കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ട് പുറത്തുവിടുമ്പോൾ വലിയ ആഘോഷത്തോടു കൂടി അയാളെ ആഘോഷിക്കുമ്പോൾ, അയാൾ നടത്തുന്ന സാമ്പത്തിക തിരിമറികളും തട്ടിപ്പുകളും ആരും ചർച്ചയാവാതിരിക്കുമ്പോൾ, മറുവശത്ത് ഈ 21-ാം നൂറ്റാണ്ടിലെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമായ കേരളത്തിൽ ഒരു മനുഷ്യൻ സമാധിയായി എന്ന് പറഞ്ഞ് അതിന് പേരിൽ ബഹളം വയ്ക്കുകയും നിയമവാഴ്ച അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് എത്ര പരിഹാസ്യമായ അവസ്ഥയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി വളരെ വിചിത്രമായ മലയാളികളുടെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. ഗോപൻ സ്വാമി പണ്ടറിയപ്പെട്ടിരുന്നത് മണിയൻ എന്നായിരുന്നു, സാധാരണക്കാരനായ ഒരു നെയ്ത്തു തൊഴിലാളി. പിന്നീട് ഗോപൻ സ്വാമി അവിടെ നിന്ന് സ്ഥലം മാറി ചുമട്ടു തൊഴിലാളിയായി മാർക്കറ്റിൽ പണിയെടുത്തു. അതിനൊക്കെ ശേഷമാണ് ഗോപൻ സ്വാമിക്ക് വെളിപാടുണ്ടാവുന്നതും സ്വാമിയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതും. ഗോപൻ സ്വാമിക്ക് അതിനിടയിൽ 3 മക്കളുണ്ടായി എന്നോർക്കണം. ആദ്യത്തെ ആൾ മരിച്ചുപോയി. ഇളയവനായ രാജശേഖരനാണ് ഗോപൻ സ്വാമിയുടെ വരവും വ്രതവുമൊക്കെ പിന്തുടർച്ചയായി കിട്ടിയിരിക്കുന്നയാൾ, പൂജാരിയായി സ്വയം മാറിയിരിക്കുന്നയാൾ. വീടിനോട് ചേർന്ന് സ്വയം ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിച്ച് ഗോപൻ സ്വാമിയും വീട്ടുകാരും ജീവിച്ചു വരികയാണ്. അതിനിടയിൽ ഗോപൻ സ്വാമി രോഗബാധിതനാകുന്നു. ഇല്ലാത്ത രോഗമൊന്നും ഗോപൻ സ്വാമിക്കില്ലായിരുന്നു. പാറശാല ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതിൻ്റെ രേഖകളുണ്ട്. ഗുരുതരാവസ്ഥയിൽ വീട്ടിൽ കഴിയുകയായിരുന്നു എന്ന് അടുത്ത ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അപ്പൻ ദൈവത്തിൻ്റെ വരദാനമാണ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു, സ്വാമിയാണ്, ഇനി ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും, ജനങ്ങൾ പ്രാർത്ഥിക്കാനെത്തുമെന്നാണ്. വാസ്തവത്തിൽ ഗോപൻ സ്വാമിയുടെ മരണം തന്നെ ദുരൂഹമാണ്. സമാധിയായതാണോ, മരിച്ചതാണോ, അതോ അയാളെ ആരെങ്കിലും കൊന്നതാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിയമവാഴ്ചയുള്ളൊരു നാട്ടിൽ അവിടെ കടന്നു ചെന്ന് അത് പരിശോധിക്കാനുള്ള അവകാശം പോലും ഇത്ര ദിവസമായിട്ടും ഇല്ല എന്നത് എത്ര ഖേദകരമാണ്. അന്ധവിശ്വാസങ്ങൾ തലയ്ക്ക് പിടിച്ച ഒരു സമൂഹമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഗോപൻ സ്വാമി ഒരുപക്ഷെ അവിടെ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിലോ? ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വാസ്തവത്തിൽ പോലീസ് അത് പൊളിക്കേണ്ടതല്ലേ? ഇത്ര ദിവസമായിട്ട് പോലീസ് അത് ചെയ്യാതിരിക്കുന്നത് അയാളെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നില്ലേ? വാസ്തവത്തിൽ അയാളെ ജീവനോടെ അവിടെ ഇരുത്തി കല്ലറ പണിതതാണെങ്കിലോ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ കാണാതെ പോയി എന്ന വാർത്തയുണ്ട്. അയാളെ ഇവിടെ ഇതാ ജീവനോടെ കുഴിച്ചുമൂടിയിരിക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു, വീട്ടുകാരും പറയുന്നു അയാൾ അവിടെയുണ്ടെന്ന്. എന്നിട്ടും പോലീസ് അമാന്തം കാണിക്കുന്നത്, വീട്ടുകാരുടെ എതിർപ്പ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് എത്ര കഷ്ടമാണ്. വാസ്തവത്തിൽ ഗോപൻ സ്വാമിയെ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ആ വീട്ടിൽ ചിലർ ചേർന്ന് കൊന്നുകളഞ്ഞതാവാനുള്ള സാധ്യത ഏറെയാണ്. ഒരുപക്ഷെ അയാൾ ജീവനോടെ സമാധിയിരുത്തി കാണും, അല്ലെങ്കിൽ തലയ്ക്ക് തേങ്ങയടിച്ച് മരണം ഉറപ്പാക്കി കാണും. രണ്ടാണെങ്കിലും കൊലപാതകമാണ്. ആ കൊലപാതക സാധ്യത അന്വേഷിക്കുകയും അതിന് ഉത്തരവാദികളാണെങ്കിൽ ആ ഭാര്യയും മക്കളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് പോലീസിനുള്ളത്. പക്ഷെ പോലീസ് ഇപ്പോഴും മടി കാട്ടുകയാണ്, പോലീസ് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഗോപൻ സ്വാമിക്ക് വെളിപാടുണ്ടാകുകയും ആത്മീയതയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തത് തെറ്റൊന്നുമല്ല. ഗോപൻ സ്വാമി അങ്ങനെ ഇരിക്കട്ടെ, അത് വീട്ടുകാർ അനുവദിക്കട്ടെ. പക്ഷേ ഗോപൻ സ്വാമി ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് മരണം സംഭവിക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ മരണം ദുരൂഹമാണ്. അങ്ങനെയെങ്കിൽ അത് ദുരൂഹ മരണം എന്ന നിലയിൽ അന്വേഷിക്കണം, മരണകാരണം കണ്ടെത്തണം. മരിക്കുന്നതിന് മുൻപായിരുന്നു അവിടെ അയാളെ പിടിച്ചിരുത്തിയതെങ്കിൽ അത് കൊലപാതകമാണ്. കൊലപാതകം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണം. മിനിമം സിവിൽ നിയമമാണ്. വാസ്തവത്തിൽ ഗോപൻ സ്വാമിയുടെ മരണത്തിന് ശേഷം ആ ക്ഷേത്രത്തിലേക്ക് വലിയ തോതിൽ ഭക്തരെ എത്തിക്കാനും വലിയ ഭക്തി വ്യാപാരമാക്കി അതിനെ മാറ്റാനും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദുരൂഹത, ഈ പറയുന്ന മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിലുള്ള സംഭാഷണം, നിലവിളിയും പിടിവലിയും ഒക്കെ. ഇത് അന്ധവിശ്വാസമാണ്, കരുതിക്കൂട്ടിയുള്ള നരഹത്യയാണ് എന്ന് ഇനിയും തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ആ കല്ലറ പൊളിക്കാത്തത്? ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവനോടെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അയാളെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചെടുക്കാൻ നടപടികൾ എടുക്കാത്തത്? വളരെ വിചിത്രമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഏതുതരം അന്ധവിശ്വാസങ്ങൾക്കും കുടപിടിച്ച് പരിഷ്കൃത സമൂഹത്തെ പിന്നോട്ട് നടത്തുകയാണ് സർക്കാരും സംവിധാനങ്ങളും പോലീസും. ചില ഹിന്ദു സംഘടനകൾ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ വാർത്തകളുണ്ടെങ്കിലും, അത്തരം ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും, പൊതുസമൂഹത്തിൻ്റെ വികാരം
സിവിൽ നിയമം നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. BJPയും RSSും പോലും ആചാര നിയമം എന്നൊക്കെ പറഞ്ഞുള്ള ഈ വൃത്തികേടിന് കുടപിടിച്ചിട്ടില്ല, പിന്തുണച്ചിട്ടില്ല. ഹിന്ദു ആചാരങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയായി വർഗീയത പറഞ്ഞുകൊണ്ട് ചില ഇടപെടലുകൾ നടന്നെങ്കിലും അതിനെ തിരിച്ചറിയാനും ചെറുത്തു തോൽപ്പിക്കാനും ഈ നാടിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദിത്വം പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഇല്ല എന്നതാണ് കഷ്ടം. എന്തായാലും അതിനിടയിൽ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കൾ ആചാര സംരക്ഷണ ആവശ്യമുന്നയിച്ചുകൊണ്ട് അപ്പൻ്റെ സമാധി പൊളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും എന്ന വാർത്തകൾ പുറത്തു കേൾക്കുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ. ഹൈക്കോടതിയിലേക്ക് ചെന്ന് നമ്മുടെ നാട്ടിലെ സിവിൽ നിയമങ്ങൾക്കെതിരെ മൗലികാവകാശം പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്താൽ കോടതി അതെടുത്ത് ആറ്റിലെറിയുമെന്നും ഇത്രയും കാലം പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമെന്നും തിരിച്ചറിയാൻ അവർക്ക് വിവേകമില്ലാതെ പോയതിൽ നമുക്ക് സന്തോഷിക്കാം. എന്തായാലും ഇന്ന് സംഭവിക്കാൻ പോകുന്നത് അതാണ്. നമ്മുടെ രാജ്യത്തെ സിവിൽ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒരു വ്യക്തിയും ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് തടസ്സം നിന്നുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ വിലപേശൽ അവസാനിപ്പിച്ച മതിയാവൂ. മരിച്ചുപോയ അപ്പൻ്റെ പേരിൽ കാശുണ്ടാക്കാൻ മക്കളും ഭാര്യയും ചേർന്ന് നടത്തിയ ഈ വൃത്തികെട്ട പെറട്ട് നാടകം ഇനിയും ഇങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ. ഇന്ന് തന്നെ ആ കല്ലറ പൊളിച്ച് ഈ ദുരൂഹതയ്ക്ക് അവസാനമിടണം. അതിനുവേണ്ടി പോലീസ് ഹൈക്കോടതിയിൽ നിന്ന് വിധി വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ഹൈക്കോടതിയിൽ പോകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പോലീസ് കാത്തിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇക്കാര്യത്തിൽ വൈകുന്ന ഓരോ മിനിറ്റും കേരളത്തെ കൂടുതൽ കൂടുതൽ പിറകോട്ട് നടത്തുകയും അപമാനിക്കുകയും ചെയ്യുകയാണെന്ന് ഈ സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ.